രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെ ആ വിവാദം കോൺഗ്രസിൽ അവസാനിച്ചു കഴിഞ്ഞു. വിവാദങ്ങൾ കോൺഗ്രസിനെ തളർത്തിക്കളഞ്ഞു എന്നതിൽ രണ്ട് പക്ഷമില്ല. അതേസമയം ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും രാഹുലിനെ പിന്തുണയ്ക്കാൻ സാധിക്കാതെ ഇരുന്ന പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തിയ കോൺഗ്രസ് മികച്ച മാതൃക തന്നെ കാണിക്കുകയും ചെയ്തു. നേരത്തെ CPM അടക്കമുള്ള പാർട്ടികൾ ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന നേതാക്കന്മാരെ തോളിൽ കയറ്റി നടക്കുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ ആകുവാൻ ഇത്തരം ആരോപണങ്ങൾ കേട്ട നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലിനെ പൂർണ്ണമായും തള്ളാതെ നിൽക്കുന്ന ഒരു പക്ഷം നേതാക്കന്മാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയെന്നത് വസ്തുതയാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ വിഷയത്തിൽ രാഹുൽ മാത്രമാണോ തെറ്റുകാരൻ എന്നാണ്. രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർ രാഹുലിനെ മാത്രമായി ക്രൂശിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുവാനും കോൺഗ്രസിലെ വനിതാ നേതാക്കളിൽ ചിലർ തയ്യാറെടുക്കുന്നു. കഴിഞ്ഞ ദിവസം KPCC പോഷക സംഘടനയായ സാഹിത്യ സാഹിതിയുടെ നേതാവായ MA ഷെഹനാസ് രാഹുലിനെതിരെ ശക്തമായ ആക്ഷേപം അഴിച്ചുവിട്ടപ്പോൾ തന്നെയാണ് അതിനെ തള്ളി രാഹുലിനെ മാത്രം കുറ്റക്കാരനാക്കേണ്ട എന്ന് പ്രഖ്യാപിച്ച് ചില വനിതാ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ച വൈറൽ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് വനിതാ നേതാവുമായ അഡ്വക്കേറ്റ് വിബിത ബാബുവാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. വിബിത ചില ചോദ്യങ്ങൾ നേതൃത്വത്തോടും സമൂഹത്തോടും ചോദിക്കുന്നുണ്ട്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിബിത ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച ശക്തമായ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് തുടങ്ങുന്നത്. നീതി ഉറപ്പാക്കാനുള്ള പാർട്ടിയുടെ ഇച്ഛാശക്തിയാണ് ഇതിലൂടെ തെളിയുന്നത്. ലൈംഗിക അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്ന ഓരോ വ്യക്തിക്കൊപ്പവും ശക്തമായി താൻ നിലകൊള്ളുന്നു എന്നും വനിതാ നേതാവ് പറയുന്നുണ്ട്. നീതി ലഭിക്കാനായുള്ള അവരുടെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇരയുടെ വേദനയുടെ ആഴം വാക്കുകൾക്കപ്പുറമാണെന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സമീപ ദിവസങ്ങളിലായി ഉയർന്നു വരുന്ന ചില ചർച്ചകളും വ്യക്തിപരമായ ബഹളങ്ങളും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്ന് വിബിത പറയുന്നുണ്ട്. ഒരാൾ തുടർച്ചയായി ശല്യം ചെയ്യുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചെങ്കിൽ എന്തുകൊണ്ട് ബ്ലോക്ക് ബട്ടൺ ഉപയോഗിച്ചില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം. വ്യക്തമായ നോ പറഞ്ഞതിന് ശേഷവും സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി സംവിധാനത്തിലോ നിയമപരമായ പോലീസിലോ ഒന്ന് പരാതി കൊടുത്തില്ല? കോഴികൾക്ക് ആവശ്യത്തിന് തീറ്റ കൊടുത്ത ശേഷം പിന്നീട് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം വിശുദ്ധ ചെമയം ശ്രമിക്കുന്നത് യഥാർത്ഥ ഇരകളോടുള്ള നീതികേടാണ് എന്നും വിബിത പറയുന്നുണ്ട്. ഏത് തൊഴിൽ മേഖലയിലാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കാത്തത്, തിരിച്ചും അയക്കുന്നില്ലേ എന്ന ചോദ്യവും വിബിതയിൽ നിന്നുണ്ടാകുന്നുണ്ട്. വ്യക്തിപരമായ ഇടപെടലുകൾ രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ അത് ശ്രദ്ധയുടെ കുറവായി കണക്കാക്കേണ്ടി വരുമെന്ന നിലപാടും ഈ നേതാവ് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടവർ നീലകണ്ഠൻ എന്നെയും നോട്ടമിട്ടതാണെന്ന് കുളക്കടവിൽ പറയുന്നവരുടെ നിലവാരത്തിലേക്ക് സ്വയം താഴരുത് എന്നും വിവിധ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിമർശനങ്ങൾ സത്യസന്ധമാകണം, പോരാട്ടങ്ങൾ നീതിക്ക് വേണ്ടിയാകണം. യഥാർത്ഥ ഇരകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ ഇട നൽകുന്ന പ്രവണതകളെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യണമെന്നാണ് വിവിധ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വന്നതിന് പിന്നാലെ പല കോണുകളിൽ നിന്നും വീണ്ടും പല ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പലതും വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. സമൂഹത്തിന്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ചില ഫേക്ക് പരാതികളും ഇക്കൂട്ടത്തിലുണ്ട്. അത്തരം തട്ടിപ്പുകാരിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വിബിത ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരം വ്യാജ പരാതിക്കാർ വെട്ടുകളികളെ പോലെ കോൺഗ്രസിനെ ആക്രമിക്കുമ്പോൾ വിബിതയെ പോലെ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് പാർട്ടിക്ക് ബലം നൽകുന്നത് എന്നും പറയാൻ സാധിക്കും.